വെൽക്കം ബാക്ക്. ഡോക്ടർ, ഇപ്പോൾ ഈ ആയുർവേദ ചികിത്സയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ തൊട്ട് തന്നെ പറയുന്ന ഒരു കാര്യമാണ് പഥ്യം. ആയുർവേദ ചികിത്സ എടുക്കുന്നതിൽ പൊതുവെ നമ്മുടെ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ വൈമുഖ്യം വരുന്ന കാര്യം അത് തന്നെയാണ്. ആയുർവേദ മരുന്ന് കഴിക്കുകയാണെങ്കിൽ കുറേയധികം പഥ്യങ്ങളാണ്, അപ്പോൾ പലതും കഴിക്കാൻ പറ്റൂല. അത് ശരിക്കും അത്രത്തോളം ഒരു പ്രശ്നം ഉണ്ടോ, അതോ പറഞ്ഞ് അങ്ങനെ ആക്കിയെടുക്കുന്നതാണോ? ഈ പഥ്യം ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കാണ്. ശരിക്ക് കിഞ്ചിത് മനസ്സപ്രിയം, അതായത് മനസ്സിന് ഇഷ്ടപ്പെട്ടത് എന്തോ അതാണ് പഥ്യം. പക്ഷെ നമ്മുടെ നാട്ടിൽ ആൾക്കാർ പഥ്യം എന്ന് പറഞ്ഞാൽ എന്തോ കഴിക്കാൻ പാടില്ലാത്ത സാധനങ്ങളാണ് പഥ്യം എന്നാണ് ജനങ്ങളുടെ ഒരു വിചാരം. അത് ഇപ്പൊ നമ്മളും ചിലപ്പോൾ ആൾക്കാരോട് ഇത് പഥ്യം ഉണ്ടിട്ടോ നമ്മളും അവരുടെ രീതിയിലേക്ക് മാറി. പക്ഷെ ശരിക്കും പറയുകയാണെങ്കിൽ പഥ്യം എന്ന് പറഞ്ഞാൽ ഓരോ അസുഖത്തിനും ഓരോ രോഗത്തിനും രോഗിക്കും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കണം ഒന്നാണ്. അല്ലാണ്ട് ആയുർവേദം കഴിക്കണോ എങ്കിൽ മത്സ്യമാംസങ്ങൾ തുടരുത് എന്ന് ആരും പറഞ്ഞിട്ടില്ല. ചില രോഗാവസ്ഥയും രോഗിയുടെ അവസ്ഥ അനുസരിച്ചാണ് പഥ്യങ്ങൾ മാറുന്നത്. പഥ്യമല്ല, ശരിക്കും അപഥ്യം എന്താണെന്നാണ് നമ്മൾ രോഗിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപഥ്യവും പഥ്യവും അറിയണം, എന്ത് നല്ലതുണ്ട് എന്ത് ചീത്തയുണ്ട്. അപ്പം ഇപ്പൊ ശ്വാസം മുട്ടുള്ള രോഗിയോട് അത് ഏത് ശാസ്ത്രത്തിലായാലും അല്ലെ നമ്മൾ പറയില്ല തണുത്ത സാധനങ്ങൾ കഴിക്കാനോ ഐസ്ക്രീം തൈര് ഒഴിവാക്കാൻ പറയണം. അപ്പൊ അതിനെ ഒന്നൊരു ബേർഡൻ ആയിട്ടോ അല്ലാണ്ട് ആയുർവേദ ചികിത്സ കഴിക്കുമ്പോൾ അതൊരു പണിഷ്മെന്റ് ആയിട്ടോ അല്ല കാണേണ്ടത്. നമ്മുടെ രോഗത്തെ എത്രയും വേഗം സുഖപ്പെടുത്താൻ ഈ നമ്മുടെ ജീവിതചര്യകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പഥ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധനത്തെ അവോയ്ഡ് ചെയ്യാനോ അതിന്റെ മത്സ്യമാംസങ്ങൾ കഴിക്കാനോ നമുക്ക് ശരിക്കും മാംസവർഗം എന്ന് പറഞ്ഞിട്ട് ആയുർവേദത്തിൽ പ്രത്യേക ഒരു പ്രതിപാദനം ഉണ്ട്. അതോ ഇന്ന ഇറച്ചി ആർക്കൊക്കെ കഴിക്കാം, ആ ആട്ടിറച്ചിയുടെ ഗുണം എന്താ, അല്ലെങ്കിൽ കോഴിയിറച്ചി എന്താ, എന്തൊക്കെ ആരാണ് കഴിക്കേണ്ടത്, എപ്പോൾ കഴിക്കണം എന്നൊക്കെ വളരെ വിശദമായിട്ട്. അല്ലാണ്ട് ഒരിക്കലും മത്സ്യമാംസങ്ങൾക്ക് ആയുർവേദം ഒരു വിരോധമോ എല്ലാ ആയുർവേദ മരുന്ന് കഴിക്കുമ്പോഴും പൂർണ്ണമായും പഥ്യാവശ്യമില്ല. എന്നാലും സുഖകരമായി നമ്മുടെ അസുഖത്തെ വളരെ വേഗം സുഖപ്പെടുത്താൻ വേണ്ടി ഓരോ അസുഖത്തിനനുസരിച്ച് വൈദ്യന്മാർ നിർദ്ദേശിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ പഥ്യം. ഈ ആയുർവേദ മരുന്നുകൾ കുറച്ച് മരുന്ന്, എല്ലാ മരുന്നുകളൊന്നും ഞാൻ പറയുന്നില്ല, കുറച്ച് ചില മരുന്നുകൾ, ചില പ്രത്യേക തരത്തിലുള്ള പ്രിപ്പയർ ചെയ്യുന്ന മരുന്നുകളോ ചില പ്രത്യേക കണ്ടൻസ് ഉള്ള മരുന്നുകളോ പലപ്പോഴും കിഡ്നിക്കും ലിവറിനും ഒക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന മരുന്നുകളുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ആക്ച്വലി നമ്മൾ ഇപ്പോൾ കേരളത്തിൽ കൂടുതലും പ്രാക്ടീസ് ചെയ്യണത് സസ്യങ്ങളിൽ നിന്ന് ഹെർബൽ ഒറിജിൻ ആയിട്ടുള്ള തന്നെ മെഡിസിൻസാണ്. പക്ഷെ നമ്മുടെ തന്നെ ആയുർവേദത്തിന്റെ ഒരു ബ്രാഞ്ചാണ് മിനറൽ മെഡിസിൻസിനെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഇതൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ ടോക്സിക് മെറ്റീരിയൽസിനെ ഡയറക്റ്റ് ആയിട്ടല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനെ ഹ്യൂമൻ ബോഡി ആയിട്ട് പലാറ്റബിൾ ആക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള പ്രോസസ്സിംഗ് നടത്തേണ്ടത്. അതിനുശേഷം അത് ബോഡിക്ക് ഒരിക്കലും ഒരു സ്വീകാര്യമാവുന്ന രീതിയിൽ നമ്മൾ ബോഡി ടിഷ്യൂന് ഒരു ഫോറിൻ ബോഡി ആയിട്ട് തന്നെ ആക്ട് ചെയ്യാനില്ല. അതിന് ടോക്സിക് സ്റ്റഡി നമ്മളിപ്പം കുറച്ചും കൂടെ സയൻസ് അഡ്വാൻസ്ഡ് ആണ്. നമ്മുടെ ഓരോ ഭസ്മങ്ങളിലെയും നമുക്ക് സ്റ്റഡി നടക്കുന്നുണ്ട്. അതെങ്ങനെ ബോഡിക്ക് പലാറ്റബിൾ ആവണു എന്നുള്ളതിന്റെ അത് കുറച്ചും കൂടെ ആയുർവേദ രംഗത്തിൽ ഇനിയും നമുക്ക് ഈ ഡൗട്ടുകളെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ നമുക്ക് ഇനിയും കുറച്ചും കൂടെ രംഗം മുൻപോട്ട് പോകേണ്ടിയിരിക്കുന്നു. പിന്നെ ഒരു വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ആ ശോധന, അതായത് പ്യൂരിഫിക്കേഷൻ ഓഫ് ഈ മിനറൽ ഡ്രഗ്സ്, അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് വളരെ ചിട്ടയോടുകൂടി ചെയ്യണതാണ്. അപ്പൊ അതിന് സ്റ്റാൻഡർഡൈസേഷനും ഇതൊക്കെ നമ്മുടെ ആയുർവേദ മേഖല ഇന്ന് നേരിടുന്ന ഒരു പ്രതിസന്ധി തന്നെയാണ്. പക്ഷേ ഈ ശാസ്ത്രീയമായ രീതിയിൽ അത് നമ്മൾ നിർമ്മിക്കുകയാണെങ്കിൽ ഈ മെഡിസിൻസിനെ നമുക്ക് ബോഡി ദോഷമില്ലാത്ത രീതിയിൽ ശരീരത്തിന് ഗുണകരമായി മാറ്റാൻ നമുക്ക് സാധിക്കും. അതിനുള്ള സ്റ്റാൻഡർഡൈസേഷൻ ടെക്നിക്സ് ഉപയോഗിച്ച് അത് പ്രൂവ് ചെയ്യുകയും കൂടെ ഞങ്ങളുടെയും കൂടെ ഒരു ആവശ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ആയുർവേദത്തിൽ വേറൊരു വളരെ പ്രധാനമായിട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു വാക്കാണ് പഞ്ചകർമ്മ ചികിത്സ. അത് വളരെയധികം ഒരു വലിയ സംഭവമായിട്ടാണ് പലപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ളത്. എന്താണ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ? പഞ്ചകർമ്മം ഒരു വളരെ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എങ്ങനെയാ പറയുന്നത് ശരിക്കും ഒരു പ്യൂരിഫിക്കേറ്റഡ് പ്രൊസീജിയർ ആണ് പഞ്ചകർമ്മം. അല്ലാണ്ട് ഞാനൊരു തിരുമലിന് പോയി അത് പഞ്ചകർമ്മം ആണെന്നാണ് ജനങ്ങളുടെ ധാരണ. പക്ഷെ ടോട്ടലി പഞ്ചകർമ്മം ഒരു പൂർവ്വകർമ്മം മാത്രമേ ആവണുള്ളൂ. ഈ ജസ്റ്റ് അഭ്യംഗം, അത് തിരുമൽ എന്ന് പറയുന്ന നാടൻ ഭാഷയെ പറയാം. അത് കഴിഞ്ഞ് സ്വേദനം, വിയർപ്പിക്കൽ, അത് രണ്ടും ഈ പഞ്ചകർമ്മങ്ങളുടെ പൂർവ്വകർമ്മം. അത് 3 പ്രൊസീജിയർ ആയിട്ടാണ് നമ്മൾ പഞ്ചകർമ്മങ്ങളെ പറയാം. പൂർവ്വകർമ്മം, പ്രധാന കർമ്മം, പശ്ചാത് കർമ്മം. അത് പ്രീ ഓപ്പറേറ്റീവ്, ഓപ്പറേറ്റീവ് ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് എന്നുള്ള ആ ഒരു ഇതിലാണ്. അപ്പൊ ഈ പൂർവ്വകർമ്മം മാത്രമേ ആവണുള്ളൂ ഒരു തിരുമൽ അല്ലെങ്കിൽ ഒരു വിയർപ്പിക്കൽ, സ്റ്റീം ബാത്ത് എന്നൊക്കെ പറയുന്നത്. മെയിൻ പ്യൂരിഫിക്കേഷൻ, അത് ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ ദോഷങ്ങളെല്ലാം പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് വമനം, വിരേചനം, വസ്തി. വമനം മീൻസ് നമ്മൾ ജസ്റ്റ് ഛർദ്ദിപ്പിക്കലല്ല, ബോഡിയെ ആ ദോഷങ്ങളെ നമ്മളൊന്ന് ഉത്ക്ലേശിപ്പിച്ചെടുത്ത് ആ ദോഷങ്ങളെ ഊർധ്വമാർഗം വഴി, അതായത് ത്രൂ ദ മൗത്ത് നമ്മളതിനെ പുറത്തേക്ക് കളയണം. വിരേചനം ത്രൂ ദ ഏനൽ റൂട്ട് ദോഷങ്ങളെ. പിന്നെ അതിനോട് വസ്തി വേറൊരു രീതിയാണ്. വസ്തി എനിമ അല്ലെ, നമുക്ക് ഇതും വെറും സോപ്പ് വാട്ടർ എനിമ, നമ്മൾ മെഡിക്കേറ്റഡ് ഓയിൽസ് ഓർ മെഡിക്കേറ്റഡ് കഷായങ്ങളാണ് നമ്മൾ വസ്തിക്ക് ഉപയോഗിക്കുക. അതും രോഗിയുടെയും രോഗത്തിന്റെ അവസ്ഥ അനുസരിച്ച്. അത് തന്നെ ഓയിൽ എനിമയും ഉണ്ട്, കഷായം ഡിക്കോഷൻ എനിമയും ഉണ്ട്. അത് രണ്ടും അവസ്ഥ അനുസരിച്ച് ഉപയോഗിക്കുക. മൂന്നാമത് പറയുന്നത് രക്തമോക്ഷണം, അതായത് നമ്മുടെ വിഷേഡഡ് ആയിട്ടുള്ള ബ്ലഡ്, ദുഷിച്ച രക്തത്തിനെ പുറത്തേക്ക് കളയാം, ബ്ലഡ് ലെറ്റിംഗ് ആണത്. അങ്ങനെ പിന്നെ നസ്യം, അതായത് ശിരോഭാഗം, ഊർധ്വഭാഗത്തുള്ള ദോഷങ്ങളെ പുറത്തേക്ക് കളയാം.
ത്രൂ ദ അത് മരുന്ന് മൂക്കിലൂടെ ഒഴിച്ചിട്ട് ആ ദോഷങ്ങൾ നമ്മൾ പുറത്തു കളയും. ഇതൊക്കെ പറയുമ്പോൾ വളരെ സിമ്പിൾ ആണെങ്കിലും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രൊജക്റ്റാണ്. ഞാൻ തെറ്റിദ്ധാരണ മാറാൻ വേണ്ടി മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. പഞ്ചകർമ്മം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് തിരുമലോ അല്ലെങ്കിൽ വേർപ്പിക്കലോ മാത്രമല്ല, അതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് വൈദ്യ നിർദ്ദേശത്തിൽ മാത്രം ചെയ്യുന്നതും വളരെ ഗുണകരമായ ഒരു കാര്യമാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ വേണമെങ്കിൽ ദോഷകരമായേക്കും ചെയ്യാം അല്ലേ? ശ്രദ്ധിച്ചാൽ അതിലേറെ ഗുണപ്രദവുമായിരിക്കും. ഓക്കെ ഓക്കെ ശരി. ഇന്നത്തെ വിഷയം ആയുർവേദമായിരുന്നു. ആയുർവേദവും കർക്കിടക മാസവും ആയുർവേദവും മഴക്കാല രോഗങ്ങളും അല്ലെങ്കിൽ ആയുർവേദവും ജനറൽ ഹെൽത്തും എങ്ങനെ വേണമെങ്കിലും ഈ ടോക്കിനെ വിളിക്കാം. ഡോക്ടർ ലക്ഷ്മി വളരെ ലളിതമായിട്ടും വളരെ വിശദമായിട്ടും ഡോക്ടർ ആയുർവേദ ചികിത്സാ രീതികളെക്കുറിച്ച് ഇതിൽ ഇത്രയൊന്നും ഒരു അരമണിക്കൂർ സംസാരിച്ചാൽ തീരുന്ന വിഷയമൊന്നുമല്ലത്. എന്നാലും നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ആയുർവേദത്തെക്കുറിച്ചൊരു ഔട്ട്ലുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന വിധത്തിൽ ആയുർവേദത്തെക്കുറിച്ച് സംസാരിച്ചു. ആയുർവേദവും കർക്കിടക മാസവും തമ്മിലുള്ള ബന്ധം, കർക്കിടക കഞ്ഞി എന്തിനാണ് കുടിക്കുന്നത്, അത് കുടിക്കണോ വേണ്ടയോ, അത് എങ്ങനെ കഴിക്കണം, ആഹാരം എങ്ങനെ കഴിക്കണം, ജീവിതചര്യകളിൽ എന്ത് മാറ്റങ്ങൾ വരുത്തണം, എല്ലാം വളരെ ലളിതമായിട്ടും വിശദമായിട്ടും സംസാരിക്കുകയുണ്ടായി. ഈ വിഷയത്തെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇമെയിലിലേക്ക് എഴുതുക. kairalitv.in ആണ് ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി. പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി എഴുതി അറിയിക്കുക. ജീവിതചര്യകളിൽ ചെറിയ മാറ്റങ്ങളെങ്കിലും വരുത്തി ആയുർവേദ രീതിയിലേക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമെങ്കിൽ വളരെ നല്ലത്. അടുത്ത ആഴ്ച വീണ്ടും കാണാൻ മറ്റൊരു വിഷയമായിട്ട്. ബൈ.